മുസ്ലിം ലീഗുകാര് വരെ പറഞ്ഞു ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തൂല, സ്വർണം കടത്താനുള്ള മാർഗം വേറുണ്ട്. അത് മൈക്ക് കൂടി പറയാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾ വേണമെങ്കിൽ KMCC-ക്കാര് 6 കിലോ 7 കിലോ കൊണ്ടോടെ കാണില്ല, അത് കാണിച്ചു തരാം. ഈ പഹേര് ഷോറൂമാണ്, അത് എനിക്ക് മനസ്സിലാവണം. 6 കിലോ ഒക്കെ കൊണ്ടുവരാ. എന്നാ ജ്വല്ലറി തുടങ്ങി കൂടത്തിലൂടെ. ഞാൻ ഈ അടുത്ത ദിവസം തലക്കാടിലെ പാറശ്ശേരിയിൽ ഒരു പരിപാടിയിലേക്ക് പോയപ്പോ നമ്മളെ പാറശ്ശേരിയിലെ തലമുതിർന്ന CPIM-ന്റെ നേതാവ് VPN വൈദ്യര് അദ്ദേഹം തമാശ രൂപത്തിൽ ആണെങ്കിലും പറഞ്ഞു, ഇത് എടോ എന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാവും. മൂപ്പര് സുഖമില്ലാതിരിക്കുകയാണ്. അവസാനത്തെ തെരഞ്ഞെടുപ്പാവും എന്ന് പറഞ്ഞ മൂപ്പര് സങ്കടത്തോടു കൂടിയൊന്നല്ല, മൂപ്പര് ചിരിച്ചു തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മരണം ആർക്കാണ് എപ്പോഴാണ് വരാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നരേന്ദ്രമോദിയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സഖാവിന്റെ മാത്രം അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആണ്. കാരണം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ പിന്നെ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. ഒപ്പന മാത്രം കാര്യമല്ല, എല്ലാവരുടെയും കാര്യമാണ്. വന്ന് നമ്മളെ നാട് എവിടെ എത്തി ആലോചിച്ചോക്കണങ്ങള്. നമ്മുടെ താടിക്കാരൻ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞു. ആദ്യം 15 ലക്ഷം പറഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോണില്ല. 15 ലക്ഷം ഇപ്പൊ വരും. എല്ലാ കള്ളപ്പണവും പിടിച്ച് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വരും. അവസാനം ഇപ്പൊ കള്ളപ്പണം വാങ്ങി ഈ രാജ്യം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണമായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ED-യെയും CBI-യും ഉപയോഗിച്ച് പണം പിടുങ്ങിയ കഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. 8000 ചില്ലാനം കോടി റുപ്യാണ് നരേന്ദ്രമോദിയും BJP-യും അങ്ങനെ വാരിക്കൂട്ടുന്നത്. 50 രൂപക്ക് പെട്രോൾ തരുന്നു പറഞ്ഞു. ഇപ്പൊ പെട്രോളിന്റെ വില 106 രൂപയാണ്. 40 രൂപക്ക് ഡീസൽ തരുന്നു പറഞ്ഞു. ഇപ്പൊ ഡീസലിന്റെ വില 96 രൂപയാണ്. 450 രൂപ ഉണ്ടായിരുന്ന പാചകവാതകം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 450 രൂപ ഉണ്ടായിരുന്ന പാചകവാതകം 200 രൂപ നമുക്ക് സബ്സിഡിയും കഴിച്ച് 250 രൂപ കൊടുത്താൽ കിട്ടിയിരുന്നു. കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത് സബ്സിഡി ഇനി അക്കൗണ്ടിൽ കൂടി മതി. അപ്പോഴേ ഇത് കിട്ടണുണ്ടെന്ന് അറിയുള്ളൂ എന്ന് പറയുന്നത് മാറ്റിയതാണ്. പക്ഷെ 450 രൂപ ഉണ്ടായിരുന്ന പാചകവാതകം 250 രൂപക്ക് തരുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വന്ന നരേന്ദ്രമോദി 10 കൊല്ലം പൂർത്തീകരിക്കുമ്പോ 1160 രൂപയായിരുന്നു. ഒരു മാസം മുമ്പ് വരെ ഗ്യാസിന്റെ വില. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് 200 രൂപ കുറച്ചത്. എന്നാലും 960 രൂപ ഇപ്പൊ കൊടുക്കണം. ഇതല്ല സ്ഥിതി. രാജ്യത്തെ ജനങ്ങളെ ആകെ കൊള്ളയടിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്. ബുക്കർ പ്രൈസ് നേടി അരുന്ധതി റോയ് ഈ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞു. വളരെ കൃത്യമായി പറഞ്ഞു, ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടക്കുന്നത് 2 കാര്യമാണ്. ഒന്ന് വിൽക്കുക, ഒന്ന് വാങ്ങുക. 2 ആള് വിൽക്കുന്നു, 2 ആള് വാങ്ങുന്നു. നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ഇന്ത്യ രാജ്യത്തെ വിൽക്കുന്നു. കമ്പനികൾ വിൽക്കുന്നു, എയർപോർട്ട് വിൽക്കുന്നു, എയർലൈൻസ് വിൽക്കുന്നു, റെയിൽവേ വിൽക്കുന്നു, എല്ലാം വിൽക്കാണ്. 2 പേര് വാങ്ങുന്നു, അദാനിയും അംബാനിയും വാങ്ങിക്കൂട്ടുന്നു. അതാണ് ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം. വന്ന് ഏറ്റവും അവസാനം നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ കണ്ടു. ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങൾ നടന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ആ പാർലമെന്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രസിഡന്റോ അല്ല, മറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സന്യാസിമാരാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം സന്യാസി നടത്തുക. അത് കഴിഞ്ഞ് 2 മാസക്കാലം കഴിഞ്ഞപ്പോഴാണ് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പ്രതിഷ്ഠയും പാടില്ല എന്ന് ഇന്ത്യയിലെ 3 ശങ്കരാചാര്യന്മാരും ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ വിവരസ്ഥരായിട്ടുള്ള ഇന്ത്യയിലെ 3 ശങ്കരാചാര്യന്മാർ പറഞ്ഞിട്ടും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു ഉദ്ഘാടനം നടന്നു. രാമന്റെ ചെറിയ രൂപത്തിലുള്ള ചെറുപ്പത്തിലുള്ള വിഗ്രഹം, രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അവിടെ ആ പ്രതിഷ്ഠയുടെ ഉദ്ഘാടനം നടത്തേണ്ടത് ആരാ? ഒരു സന്യാസി ഉദ്ഘാടനം ചെയ്യേണ്ട, ഒരു തന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ശങ്കരാചാര്യൻ ഉദ്ഘാടനം ചെയ്യേണ്ട, ഒരു പൂജാരി ഉദ്ഘാടനം ചെയ്യേണ്ട ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്ന് പറഞ്ഞാൽ
നരേന്ദ്രമോദിയുടെ ഭരണം വന്ന് എവിടെ എത്തി? ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത്, വളരെ ചുരുക്കി പറഞ്ഞാൽ, സന്യാസി ഉദ്ഘാടനം ചെയ്യേണ്ട അമ്പലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാർലമെന്റ് സന്യാസിയും ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമ്മളെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടുതലും ഞാൻ എന്താ പറയേണ്ടത്? വല്ലതും വിശദീകരിക്കേണ്ടതുണ്ടോ? സന്യാസി ഉദ്ഘാടനം ചെയ്യേണ്ട ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാർലമെന്റിന്റെ ഉദ്ഘാടനം സന്യാസിയും നിർവഹിക്കുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിക്കും BJPക്കും കൂട്ടർക്കും തോൽക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇതുവരെ പറഞ്ഞ മാതിരിയിട്ടുള്ള വികസനത്തിന്റെ കഥയല്ല. വികാസ് പുരുഷൻ അതൊക്കെ വിട്ടു. ഇപ്പൊ പ്രസംഗം മട്ടൻ കറിയിലെത്തിയിരിക്കുകയാണ്. എല്ലാം വിട്ടുപ്പോ ശ്രാവണ മാസം പറയാൻ തുടങ്ങി, മട്ടൻ കറി പറയാൻ തുടങ്ങി, രാമനെ പറയാൻ തുടങ്ങി, രാജ്യത്തെ മതം പച്ചക്ക് പറയാൻ തുടങ്ങി നരേന്ദ്രമോദിയും കൂട്ടരും. എന്നതിന്റെ അർത്ഥം ഈ രാജ്യത്ത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് NDAയുടെ ഭരണം, RSSന്റെ ഭരണം, BJPയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം ആരാണ് പിന്നെ വരേണ്ടത്? ഇവിടെ കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ പറഞ്ഞത് അവരാണ് വരേണ്ടതെന്ന്. നരേന്ദ്രമോദിയെയും കൂട്ടരെയും എതിർക്കാൻ, RSSനെ എതിർക്കാൻ ആര് വരണം? ആ ചോദ്യത്തിന് കോൺഗ്രസ് വന്നാൽ എന്താവും സ്ഥിതി? ഞാൻ വിശദമായിട്ടൊന്നും പറയണില്ല. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് 12 മുഖ്യമന്ത്രിമാര് BJP ആയി. അരുണാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രി പ്രേമകണ്ഠും കൂട്ടരും 10 പേരും പോയി ഇപ്പൊ മത്സരിച്ചു. കോൺഗ്രസ് പോയിട്ടാ മത്സരിച്ചത്. 10 ആൾക്ക് എതിർ സ്ഥാനാർത്ഥി എന്നല്ല കോൺഗ്രസിന്റെ സ്ഥിതി. ഗോവയിൽ മത്സരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് മുന്നിൽ പ്രതിജ്ഞ എടുപ്പിച്ചു. ഞങ്ങൾ ജയിച്ചാ പോവില്ല, ഉറപ്പാണ്, ഞങ്ങൾ കോൺഗ്രസിൽ തന്നെ നിൽക്കും, BJP പോവില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസിനാണ്. പക്ഷെ മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP ആണ്. കോൺഗ്രസുകാർ മുഴുവൻ പോയി. അപ്പൊ പോകുന്നതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ദൈവം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പ്രതിജ്ഞ ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ സ്വപ്നത്തിൽ ദൈവം വന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോ പോകണ്ട, അങ്ങോട്ട് പോലാണ് ശരി, അതുകൊണ്ട് ദൈവത്തിന്റെ ആജ്ഞയാണ് ഞാൻ അനുസരിച്ചത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് അവസാനമായി കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ആ ഹിമാചൽ പ്രദേശിൽ 68 പേരാണ് MLA മാർ. അതിൽ 40 പേർ കോൺഗ്രസുകാർ, 3 പേർ സ്വതന്ത്രർ. 43 പേരുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. പക്ഷെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവിടെ ജയിച്ചത് BJP. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് മനു അഭിഷേക് സിംഗ്വി മൂപ്പര സ്ഥാനാർത്ഥി. മനു അഭിഷേക് സിംഗ്വി തന്നെ സ്ഥാനാർത്ഥിയായിട്ട് രാത്രി 43 ആളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്ത് ചെയ്യും, ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്, രാവിലെ ഇതാ ഇവരെന്നെ വഞ്ചിച്ചിരിക്കുന്നു. അല്ല സ്ഥിതി? കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടാൽ എന്താവും സ്ഥിതി? ഇവിടെ ചിലര് CPM-നെ കളിയാക്കുന്നവരുണ്ട്. ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നവരാണ് ഇടതുപക്ഷം, കൊടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് കളിയാക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ, അതിന് തന്നെയാണ് മത്സരം. ഈ ഇന്ത്യ രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്തിന്റെ സ്വത്ത് നിലനിൽക്കണമെങ്കിൽ, ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഈ ചെങ്കൊടി രാജ്യത്തുണ്ടാകണമെന്ന് തെളിയിച്ച ഒട്ടനവധി സംഭവങ്ങൾ ഈ നാടിന്റെ മണ്ണിൽ നടന്നതാണ്. ഓർത്തു വെക്കണം നിങ്ങൾ. കോൺഗ്രസിനും BJP-യും പോലല്ല, പിന്നെ മുസ്ലിം ലീഗിനും പോലല്ല. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ രാജ്യത്ത് ജയിച്ചു വരുന്നതിന് വേണ്ടി RSSനെ പേടിച്ച്, BJP-യെ പേടിച്ച് സ്വന്തം കൊടി ട്രൗസറിനടിയിൽ ഒളിപ്പിച്ചവരാണ്. ഞങ്ങള് വയനാട്ടില് രാഹുൽ ഗാന്ധി വന്നപ്പോ നമ്മളെ ലീഗിന്റെ കുട്ടികൾ പച്ചക്കൊടിയായിട്ടാ പോയത്. കോൺഗ്രസ് നീല, പിന്നെന്താ പറയാ, 3 കളറുള്ള പതാകയുമായി, ത്രിവർണ്ണ പതാകയുമായി പോയി. അവിടെ ചെന്നപ്പോ പറഞ്ഞു, എന്താ പറഞ്ഞത്?
കോൺഗ്രസ്സുകാർ പറഞ്ഞു ലീഗുകാർ കൊടി കൊടുന്ന സ്ഥിതിക്ക് നമ്മളും കൊടി കെട്ടണ്ട. കാരണം ഉത്തർപ്രദേശിലും ബീഹാറിലും കോൺഗ്രസ്സുകാർ പിന്നെ BJP-ക്കാർ പ്രചരിക്കൽ കോൺഗ്രസിന്റെ കൂടെ പാകിസ്ഥാൻ ലീഗിന്റെ കൊടി കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ കൊടി കെട്ടാതിരിക്കാൻ നമ്മളെ കൊടിയും കൂടി വേണ്ട. സ്വന്തം കൊടി പോലും സംരക്ഷിക്കാൻ, സ്വന്തം കൊടി പോലും പിടിക്കാൻ ആത്മാഭിമാനമില്ലാത്ത മുസ്ലിം ലീഗും കോൺഗ്രസും ഇടതുപക്ഷത്തിന്റെ കൊടിയും ചിഹ്നവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയും, ഞങ്ങളുടെ കൊടിയും ഈ ചെങ്കൊടിയും ഈ അരിവാൾ ചുറ്റികയും അരിവാൾ നൽകുന്നതിനും ഉൾപ്പെടെയുള്ള ചിഹ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതാ മനസ്സിലാക്കുന്നത്. ഇന്ത്യ വേണം. ഞങ്ങൾ മുട്ടുമടക്കൂല കൂട്ടരെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കേണ്ടത്? ഞങ്ങൾ കുറച്ചല്ലേ എണ്ണത്തിലുള്ളൂ. ഈ രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളുടെ മുന്നിൽ ഞങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു? ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നില്ലേ പൗരത്വ ഭേദഗതി ബില്ല്? ആ പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ എവിടെയായിരുന്നു? ഡൽഹിയിൽ കലാപം നടക്കുമ്പോ മതന്യൂനപക്ഷങ്ങളെ ഡൽഹി പോലീസുകാർ പട്ടാളക്കാർ അടിച്ചൊതുക്കുമ്പോ എവിടെയായിരുന്നു നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധി അന്ന് പിന്നെന്താ പറയാ മലേഷ്യയിലേക്കാണെന്നാണ് പറഞ്ഞു പോയത്. മൂപ്പര് ഇടക്കിടക്ക് മലേഷ്യയിൽ പോകും, കുറ്റം പറയാൻ പറ്റൂല. ചില വിരോധികൾ പറഞ്ഞത് പട്ടായയിലേക്കാ പോണെന്ന്. പോണതിനിപ്പോ നമുക്ക് എതിർ, മൂപ്പര് എവിടെ പോയാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഡൽഹിയിലെ ഷഹീൻ ബാഗിലും പരിസര പ്രദേശങ്ങളിലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോ സമരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ബുൾഡോസറുകൾ വെച്ച് ആ പാവങ്ങളുടെ വീട് തകർക്കുമ്പോ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒറ്റ നേതാക്കന്മാരെയും ആ തെരുവോരങ്ങളിൽ കണ്ടില്ല. പോലീസുകാർ ഈ പാവങ്ങളെ അടിച്ചൊതുക്കാൻ പോകുമ്പോ അതിന്റെ മുന്നിൽ നിന്ന് അടിവാങ്ങിയ ഒരു നേതാവിന്റെ പേരുണ്ട്. ആ നേതാവിന്റെ പേര് ആനി രാജ എന്നാണ്. ആ ആനി രാജയാണ് ഇപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുന്നത്. ബുൾഡോസറുകൾ വീടുകളുടെ മുന്നിലേക്ക് പോകുമ്പോ, ഒന്നിലധികം വീടുകൾ തകർത്ത് മുന്നേറുമ്പോ ആ ബുൾഡോസറുകളുടെ മുന്നിൽ നിന്ന് അരുത്, നോ എന്ന് പറഞ്ഞത് 75 വയസ്സുകാരിയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേര് സഖാവ് വൃന്ദ കാരാട്ട് എന്നാണ്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എണ്ണ എത്ര ഉണ്ട് എന്നുള്ളതല്ല, ധൈര്യം എത്ര ഉണ്ട് എന്നുള്ളതാ പ്രശ്നം. എണ്ണല്ലോടെ പ്രശ്നം. എത്ര ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? നാടൻ നായ്ക്ക് മക്കളുണ്ടായിരുന്നു 40, 50, 60 ഉണ്ടായിക്കോട്ടെ. നാട്ടുകാരെ പറഞ്ഞില്ലേ? നായിക്കോട്ടൊക്കെ ഒരു നേരമില്ല, നാട്ടുകാർക്കോട്ടൊരു ഉപകാരമില്ല. ഇങ്ങനെ പായ്യന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. 2002 ഗുജറാത്ത് കലാപം ഓർമ്മല്ല നിങ്ങൾക്ക്? ആ 2002 ഗുജറാത്ത് കലാപത്തിൽ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ കയറി 12 പേരെ കൊലപ്പെടുത്തി, 8 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തി. ഗർഭിണിയായ ബിൽക്കിസ് ബാനു മാത്രം രക്ഷപ്പെട്ടു. അല്ലേ? ശരിയല്ലേ? ആ ബിൽക്കിസ് ബാനു നീണ്ട നിയമയുദ്ധം നടത്തി 11 പ്രതികളെയും ജീവപര്യന്തം സൃഷ്ടിച്ചു. 5 കൊല്ലക്കാലം കഴിഞ്ഞപ്പോ RSSന്റെ ഗവൺമെന്റ്, ഗുജറാത്തിലെ ഗവൺമെന്റ് ആ പ്രതികൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യ ദിനത്തിൽ നല്ല നടപ്പ് വെറുതെ വിട്ടു. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് എവിടെയായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയല്ല കോൺഗ്രസ്. പ്രതികരിക്കട്ടെ? പ്രതികരിച്ചോ? മിണ്ടിയില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ പോയി ആ 11 RSSകാരെയും എവിടെ നിന്നാണോ വന്നത് ആ ജയിലിലേക്ക് തന്നെ തിരിച്ചയച്ചു. ആ തിരിച്ചയച്ചതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് സുഭാഷിണി അലി എന്നാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. എണ്ണം കുറണ്ടായിട്ട് കാര്യമില്ല. CAA-ക്കെതിരെയുള്ള പ്രമേയം, CAA പ്രമേയം വോട്ടിനിട്ടപ്പോ, മുത്തലാഖ് ബില്ല് വോട്ടിനിട്ടപ്പോ, NIA ബില്ല് വോട്ടിനിട്ടപ്പോ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോ, അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയായിരുന്നു എന്ന് പറ. എവിടെയായിരുന്നു നിങ്ങള്? വലിയ പാർട്ടിയല്ലേ നിങ്ങൾ? ഉണ്ടായിരുന്നില്ല നിങ്ങള്. NIA ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും അവസാനം വോട്ടിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അല്ലേ? അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ നിസാരക്കാരനല്ല, എല്ലാവരെയും പേടിപ്പിക്കും. നിസാര പേടിപ്പിക്കലല്ല,
ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും പേടിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത അമിത്ഷാ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ പേടിപ്പിക്കാൻ നോക്കിയപ്പോ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞങ്ങളെ പേടിപ്പിക്കാൻ ആ തടി പോരാ. പറയാൻ കുറച്ച് ധൈര്യം വേണം. അമിത്ഷാന്റെ മുഖത്തൊക്കെ നോക്കിയിട്ടേ ആ തടി പോരാന്ന് പറയണമെങ്കിൽ കുറച്ച് നട്ടല് വേണം. ആ നട്ടല് കോൺഗ്രസിനുണ്ടോ? NIA ബില്ല് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജ്യദ്രോഹികളെ സഹായിക്കുന്നവരാരെന്ന് കാണട്ടെ. അതാ പറഞ്ഞു. ആ കാണട്ടെ എന്ന് പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ MP-മാർ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ 2 MP-മാർ അല്ലേ, 2 MP-മാരുണ്ട്. അതിലൊരു MP ഇവിടുത്തെ MP ആയിരുന്നു. അദ്ദേഹം ഉണ്ടാണ്ട് ഇറങ്ങിപ്പോയി. വോട്ട് ചെയ്യാൻ തയ്യാറായില്ല, എതിർത്ത് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. മൂപ്പർക്ക് ചിലപ്പോ ഹിന്ദി അറിയാത്ത പ്രശ്നം ഉണ്ടാവും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സാധാരണക്കാരനല്ലല്ലോ. 10ഓളം പുസ്തകങ്ങളുടെ കർത്താവ്, 2ഓളം സ്ത്രീകളുടെ ഭർത്താവ്, എല്ലാ ഭാഷ അറിയണ ആളല്ലേ, ഹിന്ദി അറിയണ ആളല്ലേ. ഹിന്ദിയിൽ ഒരു വാക്ക് എതിർത്തില്ല. പക്ഷേ ഇവരെല്ലാം ഇറങ്ങിപ്പോയപ്പോഴും 6 MP-മാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ നിയമത്തെ എതിർക്കുന്നു. 6 പേര് മാത്രമാണ് എണീച്ചു നിന്ന് പറഞ്ഞത് ഞങ്ങൾ എതിർക്കുന്നു. അതിൽ 5 പേരും ഇടതുപക്ഷക്കാരായിരുന്നു. ഒറ്റാളെ ഇടതുപക്ഷത്തിന് പുറത്തുള്ളൂ. ആ 5 പേരിൽ ഒറ്റ മലയാളിയേ ഉള്ളൂ. ആ മലയാളിയുടെ പേരാണ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ MP ആരിഫ്. അമിത്ഷാനെ കണ്ടാ പേടിക്കണവര് എണ്ണ എത്ര കൂടിയിട്ട് എന്താ കാര്യമാണ്? പേടിക്കണവരാവും നിങ്ങള്, പേടിക്കാത്തവരാണ് ഞങ്ങള്. അതാ വ്യത്യാസം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാനങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഈ നാട്ടിൽ കൊണ്ടുവന്ന ഏറ്റവും എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളുമുള്ള ഒരു നിയമം, അതാണ് പൗരത്വ ഭേദഗതി ബില്ല്. എല്ലാ മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന നിയമം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മതം പൗരത്വത്തിന് ബാധകമാണ് എന്ന് തീരുമാനിച്ച നിയമം. ആ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ 256 പെറ്റീഷനുകളാണ് ഈ നിയമത്തിനെതിരായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, 28 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചോ? ഇല്ല. 28 സംസ്ഥാനങ്ങളിൽ ഈ നിയമത്തിനെതിരായി കോടതിയിൽ പോയ, സുപ്രീം കോടതിയിൽ പോയ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. കേരളം എന്ന് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ കുറച്ച് ആളുകൾക്ക് വിരോധാണ്, ഭയങ്കര വിരോധാണ്. നമ്പർ 1 കേരളം എന്ന് കേട്ടുകഴിഞ്ഞാ എന്താ പറയാ, RSS കലിതുള്ളത് നമുക്ക് മനസ്സിലാക്കും. RSS കലിതുള്ളത് നമുക്ക് കണ്ടാ അറിയും. കാരണം അവർക്ക് കേരളത്തിനോട് വിരോധം ഉണ്ടാവും. കാരണം എന്താ, ഗുജറാത്തിൽ 300 രൂപയാണ് ഒരു ദിവസത്തെ കൂലി, 270 രൂപയാണ് UP-യിൽ കൂലി. കേരളത്തിൽ അവരുടെ കണക്കനുസരിച്ച്, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 875 രൂപ കൂലിയുള്ള സംസ്ഥാനമാണ്. വിഷമം ഉണ്ടാവും. 875 രൂപ കൂലിയുള്ള സംസ്ഥാനമാണ് കേരളം. ബീഹാറുകാർക്ക്, ഗുജറാത്തികൾക്ക്, ഉത്തർപ്രദേശുകാർക്ക് ദുബായ് ആണ് കേരളം. ഇങ്ങോട്ട് വരിക, വിളിക്കുമ്പോ ബംഗാളി എന്നാ വിളിക്കുക. എല്ലാ സംസ്ഥാനത്തെ ജനങ്ങളും ഉണ്ടാവും. ഇങ്ങോട്ട് തന്നെ വരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തോട് അവർക്ക് വിരോധം ഉണ്ടാകും. കേരളം എന്ന് പറഞ്ഞാൽ നിസാര സംസ്ഥാനമല്ല. ഖത്തറിൽ ലോകകപ്പ് നടന്നതിന് ശേഷം ഫിഫ എന്ന് പറയുന്ന ഫുട്ബോളിന്റെ എന്താ പറയാ ഔദ്യോഗിക സംഘടന 4 രാജ്യത്തെ ജനങ്ങൾക്കാണ് നന്ദി പറഞ്ഞത്. 1, ഫുട്ബോൾ മാമാങ്കം വിജയിപ്പിച്ച ഖത്തറിന് നന്ദി. 2, ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ബ്രസീലിന് നന്ദി. 1-ാം സ്ഥാനത്തെത്തിയ അർജന്റീനക്ക് നന്ദി. ആ കൂട്ടത്തിൽ ഒരു രാജ്യമല്ലാത്ത ജനങ്ങൾക്ക് ഫിഫ നന്ദി പറഞ്ഞു. ആ ഫിഫ നന്ദി പറഞ്ഞ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. കേരളം പല നിലക്ക് ഉയർന്നു നിൽക്കല്ലേ അല്ലേ? 2023-ൽ 2024-ൽ ലോക ടൂറിസം സംഘടന
അവര് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നിങ്ങൾ ഈ കൊല്ലം കാണേണ്ട 2024 ഡിസംബർ ആകുമ്പോഴേക്കും ലോകത്ത് കണ്ടിരിക്കേണ്ട മനോഹരമായ 50 സ്ഥലങ്ങളുടെ പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 എണ്ണം. ആ 50 സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 50 സ്ഥലങ്ങളിൽ 49 സ്ഥലങ്ങൾ പ്രത്യേക സ്ഥലങ്ങളാണ്. നിങ്ങൾ ഡൽഹിയിൽ പോയാൽ താജ്മഹൽ കാണണം, നിങ്ങൾ പാരീസിൽ പോയാൽ ഈഫൽ ഗോപുരം കാണണം. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു നാട് മുഴുവൻ വന്നു. ആ നാടിന്റെ പേരാണ് കേരളം. ആ കേരളത്തിന്റെ ഭംഗിയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മൾ കണ്ടത്. അബ്ദുറഹീം എന്ന് പറയുന്ന 18 കൊല്ലക്കാലം ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വധശിക്ഷക്ക് വിധിച്ചപ്പോ 34 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടപ്പോ ആ 34 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്നറിയാതെ കുടുംബം ഉലഞ്ഞപ്പോ ഈ കേരളം മലയാളികൾ ലോകത്തെവിടെയുള്ള മലയാളിയാണെങ്കിലും ഞങ്ങൾ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കൈകോർത്ത് 5 ദിവസം കൊണ്ട് 34.5 കോടി രൂപ മനുഷ്യ സ്നേഹത്തിന് പുതിയ മുഖമുണ്ടാക്കിയ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ആ കേരളത്തോട് സംഘികൾക്ക്, RSSകാർക്ക് വിരോധമുണ്ടാകല് സ്വാഭാവികം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. ഈ കോൺഗ്രസ്സുകാർക്ക് ലീഗുകാർക്ക് എന്താ എത്ര വിരോധം? നിങ്ങൾ നമ്പർ 1 കേരളം എന്ന് അവരോടൊന്ന് പറഞ്ഞു. RSSകാരെക്കാളും വിരോധമാണ് ഈറ്റിങ്ങൾക്ക്. നമ്പർ 1 കേരളം എന്ന് കേൾക്കാൻ വയ്യേറ്റിങ്ങൾക്ക്. എന്താ ഇവലെ പ്രശ്നം? ഇവലെ പ്രശ്നം വേറൊന്നുമല്ല. 5 കൊല്ലം UDF, 5 കൊല്ലം LDF, പിന്നെ 5 കൊല്ലം UDF, പിന്നെ 5 കൊല്ലം LDF. ഇങ്ങനെ വിചാരിച്ചടക്കായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇവര് കരുതിയത് ഇവർ അധികാരത്തിൽ വരുന്നാണ്. ഇവര് വന്നിരുന്നെങ്കിലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവര് പ്രതിപക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതി ഇതാണ് അല്ലേ? ഇവര് പരസ്പരം സ്നേഹത്തോടു കൂടി വിളിക്കണ പേര് നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് അനുജനെ പോലെയാണ് ആര്? സുധാകരൻ, ആര്? സതീശൻ. പക്ഷെ വിളിക്കൽ എന്താണ്? എവിടെ പോയി കെടുക്കാണ്? നമ്മളെ ഇന്നസെന്റ് പറഞ്ഞ മാതിരി മാ 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 മത്തങ്ങ തലയൻ. നിങ്ങളെല്ലാരും കേട്ടതല്ല വിളിച്ചത്. സുധാകരൻ സതീശനെ മത്തങ്ങ തലയെന്ന് വിളിച്ചപ്പോ, മത്തങ്ങ തലയെന്നല്ല വിളിച്ചേട്ടാ, എനിക്കിപ്പോ മൈക്ക് കൂടി അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സതീശൻ വന്നിട്ട് പറയാണ്, മൂപ്പല അത്രല്ല വിളിച്ചോളൂ, ഞാൻ എന്റെ ബാക്കിൽ നിൽക്കണ ഈ ആൾക്കാരുണ്ടല്ലോ, എന്റെ അനുയായികൾ, അവരെന്താ വിളിക്കണം എന്ന് ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഇവർ അധികാരത്തിൽ വന്നിരുന്നെങ്കിലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്ക്. അധികാരം കിട്ടാത്തതിന്റെ ഭാഗമായി BJPയിലെ ഒഴുക്ക് വേറെ. അത് ഞാൻ പറയണില്ല. ഓരോ ദിവസങ്ങൾ പത്രത്തിൽ വായിക്കുമ്പോൾ കേരളത്തിൽ വ്യത്യസ്തമൊന്നല്ലല്ലോ. ഓരോ ദിവസവും പോകുന്നത് നിസ്സാരക്കാരാണോ? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി R. ശങ്കർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു R. ശങ്കർ. അദ്ദേഹത്തിന്റെ മകൻ മോഹൻ ശങ്കർ ഇപ്പൊ എവിടെയാ? BJPയിലാണ്. ആദർശധീരൻ AK ആന്റണി, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയുടെ സ്ഥാനാർത്ഥിയാണ് അല്ലെ? അനിൽ ആന്റണി BJPയുടെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അവര് രണ്ടാളും കൂടി ആകെ ഒരു കാര്യത്തിലാണ് തീരുമാനിച്ചത്. എന്താണ്? എലിസബത്ത് പോയി ആ കൃപാസനം പള്ളിയിൽ പോയി. അങ്ങനെയാണ് ഒരു പേപ്പർ കൊടുക്കണ പള്ളി ഉണ്ടല്ലോ, കൃപാസനം പള്ളി. എന്നിട്ട് പറഞ്ഞു, കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നാളെ മുതൽ സമാധാനമാണ്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് തീരുമാനിച്ചു, ഞങ്ങൾ ഇനി രാഷ്ട്രീയം പറയില്ല, അച്ഛനും മകനും തമ്മിൽ രാഷ്ട്രീയം പറയില്ല. അന്ന് അങ്ങനെയാണ് എലിസബത്ത് പറഞ്ഞെങ്കിൽ യഥാർത്ഥ കാരണം ഇപ്പൊ പുറത്തു വന്നു. പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്തെ ചെക്കൻ ഫോട്ടോ എടുത്ത് വിട്ടുന്നാണ്. വരുന്ന മാപ്പൊക്കെ ഫോട്ടോ എടുത്ത് വിടുക, ഫയലൊക്കെ ഫോട്ടോ എടുത്ത് വിടുക, എന്നിട്ട് കായ് മേടിക്കുക. അത് EDയും CBIയും കയറുമെന്ന് ഉറപ്പായപ്പോഴാണ് ആദർശധീരനായ ആന്റണിയുടെ പുന്നാര മകൻ അനിൽ ആന്റണി BJP ആയത്. വേറൊരു മുഖ്യമന്ത്രിയാണ് ലീഡർ K. കരുണാകരൻ. കരുണാകരന്റെ മകൾ പത്മജ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അച്ഛന് നേരത്തെ തന്നെ അറിയായിരുന്നു ഞാൻ BJPയിൽ പോകുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് താമര എന്ന് പേരിട്ടത്. പത്മജ എന്നാണല്ലോ പേര്. ആ പേരിടാൻ കാരണം ഞാൻ BJPക്ക് പോകുന്നു. ആർക്കും ആദ്യം തന്നെ അറിയാം, അച്ഛൻ ആദ്യം തന്നെ അറിയാം. അതുകൊണ്ടാണ് അച്ഛൻ ആ പേരിട്ടത്. ആ പത്മജ പോയി.
അപ്പോഴാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ, ആ ഉമ്മൻചാണ്ടി ജയിച്ചത്, ഉമ്മൻചാണ്ടിയുടെ മകൻ, പിന്നെ ഉമ്മൻചാണ്ടി മരിച്ചതും തെരഞ്ഞെടുപ്പ് നടന്നതും ചാണ്ടി ഉമ്മൻ ജയിച്ചതൊക്കെ എന്നൊക്കെ ഓർമ്മ ഉണ്ടാവും. എന്തായിരുന്നു ആ സമയത്ത്? കോൺഗ്രസ് ഇവിടുന്ന് ടൂറിസ്റ്റ് വണ്ടി വിളിക്കുക, എന്നിട്ടോ പുതുപ്പള്ളിയിലെ കല്ലറയിൽ മെഴുകുതിരി. പിന്നെ ഒരു മെഴുകുതിരി ഇല്ല, നേരെ മലയാറ്റൂർ, വേളാങ്കണ്ണി, പുതുപ്പള്ളി, മൂന്നും എന്താണ് പുണ്യസ്ഥലങ്ങളാണ്, സന്ദർശിക്കുക. അതായിരുന്നു ആ സന്ദർശനമായിരുന്നു പണി. ആ പൊട്ടൻ ചക്കൻ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ജയിക്കോ? അത് VT തോമസ് എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താ പറഞ്ഞത്? അപ്പ ഭക്ഷണം കഴിക്കാതെ എല്ലാവരുടെയും ചെറുകുടൽ 1.5 കിലോമീറ്റർ നീളുണ്ടാകും. ആ ചെറുകുടൽ ചുരുങ്ങി 300 മീറ്ററായി. ആരുടേത്? അപ്പാന്റേത്. അപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി. 300 മീറ്റർ ഏത് ചെറുകുടൽ? അങ്ങനെ പറഞ്ഞ ഒട്ടണത് മനസ്സിലായില്ലേ? അതിപ്പോ ഉപതെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്ത് അവർ ജയിച്ചു, രണ്ടും അവരുടെ സ്ഥാനാർത്ഥികൾ മരിച്ചു കൊടുത്താണ്. VT തോമസ് മരിച്ചപ്പോ നിങ്ങൾക്ക് ഉമാ തോമസ് വോട്ട് ചോദിച്ചത് ഓർമ്മ ഉണ്ടാകും. എന്താണ്? എവിടെ പോയാലും രാഷ്ട്രീയം പറയില്ല, 2 പ്ലേറ്റ് എടുക്കുക, ഒരു മസാല ദോശ പിന്നെ എന്താ പറയാ ഉമാ തോമസിന്, ഒരു മസാല ദോശ VT തോമസിന്. 2 മസാല ദോശ. കാപ്പി പറയുമ്പോ 2 കാപ്പി, ജയിച്ചു കഴിഞ്ഞപ്പോ 2 കാപ്പി മൂപ്പത്തേര് തന്നെ കുടിക്കണം. ഇപ്പൊ VT തോമസിന് കാപ്പി ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ ചെക്കൻ, ഈ ചാണ്ടിയുമ്മൻ, ഈ പൊട്ടൻ ചക്കൻ, ഈ പത്മജാ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയപ്പോൾ പിറ്റേ ദിവസം പത്രക്കാർ ചോദിച്ചു, ഈ പോയതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിൽ ഒരു കുറ്റവും പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഇനി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്ന് അച്ചു ഉമ്മനാണോ മറിയ ഉമ്മനാണോ പോണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. 2-ൽ 1 പോണ്ടാവും. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഞാൻ സൂചിപ്പിച്ചത്, ഈ കോൺഗ്രസ്സുകാർ കേരളത്തിന് എന്തിനാ എതിരാവണം? കഥ മനസ്സിലാവാത്ത. നമ്പർ 1 കേരളം എന്ന് പറയുമ്പോൾ എന്താ അവർക്ക് ബുദ്ധിമുട്ട്? കേരളത്തിന്റെ അവകാശങ്ങൾക്ക് കൂടെ നിൽക്കേണ്ട കോൺഗ്രസ്സുകാർ ഒരു ഘട്ടത്തിലും, ഈ 18 MP-മാർ കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ MP-മാർ ഒരു ഘട്ടത്തിലും നിന്നിട്ടില്ലല്ലോ. അതിന് കാരണം എന്താ? അതിന് കാരണം ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല 2021-ൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരും. അതാ പ്രശ്നം. ഇവർ കരുതിയത് 5 കൊല്ലം LDF, പിന്നെ 5 കൊല്ലം UDF, പിന്നെ 5 കൊല്ലം LDF, പിന്നെ 5 കൊല്ലം UDF, ഇങ്ങനെ വരുന്നതാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി മാറ്റാനുള്ള കാരണം ഇവർക്ക് തിരിച്ചറിയാതെ പോയി അല്ലേ? എന്തുകൊണ്ടാ കേരളത്തിലെ ജനങ്ങൾ ഹൃദയപക്ഷമാക്കിയത്? 91 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് 99 സീറ്റ് കൊടുത്തു. എന്താ കാര്യം? പേമാരിയും കൊടുങ്കാറ്റുമുള്ള ഒരു കടലിലൂടെ ഒരു കപ്പൽ പോകുമ്പോ ആ കപ്പലിലെ യാത്രക്കാർ തീരത്തെത്തുപോയെന്ന് പേടിച്ചിരുന്ന് അന്താളിച്ചിരിക്കുന്ന സമയത്ത് ആ കപ്പലിലെ ഒരു യാത്രക്കാരനും ഒരു പോറലും ഏൽക്കാതെ തീരത്തെത്തിച്ച ശരിയായ ദിശയിൽ നയിച്ച് തീരത്തെത്തിച്ച കപ്പിത്താന്റെ പണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 5 കൊല്ലക്കാലം കേരളത്തിൽ ചെയ്തത് എന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെയും സഖാവ് പിണറായി വിജയനെയും ഹൃദയപക്ഷമാക്കി മാറ്റിയത്. 5 കൊല്ലം നിങ്ങൾ ഓർക്കണം, നമ്മൾ മറന്നുപോകും. ആ 5 കൊല്ലക്കാലം നിങ്ങൾക്ക് ഓർമ്മയില്ല. ആദ്യത്തെ കൊല്ലം വന്ന് നോക്കി, 2ാമത്തെ കൊല്ലം വന്ന് നിപ്പ, 3ാമത്തെ കൊല്ലം വന്ന് 1ാമത്തെ പ്രളയം, 4ാമത്തെ കൊല്ലം വന്ന് 2ാമത്തെ പ്രളയം, 5ാമത്തെ കൊല്ലം വന്ന് സാക്ഷാൽ കോവിഡ്. ആ 5 ദുരന്തങ്ങളെയും ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന് ഒരു പ്രയാസവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറികടക്കുന്നതിന് സഹായിച്ച ഗവൺമെന്റിന്റെ പേരാണ് ഈ ഇടതുപക്ഷം. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വികസനം മുടങ്ങിയോ? 2016-ൽ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഇപ്പോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏത് സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടം. മനസ്സിലായി നിങ്ങള്? ഈ പഹനക്കൊക്കെ വട്ടല്ലാതെ വേറെ എവിടെ വന്നിട്ടാ ഈ പറയണമെന്ന് ആലോചിക്കുന്നത്? ഓന്റെ പേരിന് ഉള്ളി സുര എന്നുള്ളതിന് പകരം ഉള്ളി വട്ടം എന്നാക്കുന്നു. ഉള്ളി വട്ടം. ആ ഉള്ളി വട്ടം 2016-ൽ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. 2 കാര്യം നിങ്ങൾ ചെയ്തു കാണിച്ചാൽ, കേരളത്തിൽ ചെയ്തു കാണിച്ചാൽ സഖാവ് പിണറായി വിജയനെ ഇരട്ടച്ചങ്കെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കണ പോലെ ഞങ്ങൾ വിളിക്കാം. 2 കാര്യം ചെയ്തു കാണിച്ചാൽ മതി.
അതിലൊന്ന് ഗെയിൽ പൈപ്പ് ലൈനാണ്, 2 ദേശീയപാത വികസനമാണ്. ഈ 2 മാത്രം ചെയ്ത് നടത്തുന്നത്. ആ ഗെയിൽ പൈപ്പ് ലൈനൊക്കെ കൊണ്ടുവരാൻ പറ്റ പാടുന്നൊക്കെ ഓർമ്മയില്ലേ? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ മുക്കത്ത് വെള്ളിയാഴ്ച പള്ളിക്കൽ ഇഷ്ടം പോലെ സ്ഥലം ഒഴിവുണ്ട്. എന്നിട്ട് മുസല്ലിട്ട് വെള്ളിയെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ നിസ്കരിക്കാത്ത പയ്യന്മാര് വരെ മുസല്ല വിരിച്ച് റോട്ടുമേൽ നിസ്കരിച്ചു. അത് നടപ്പാക്കാതിരിക്കാൻ അല്ലേ? എല്ലാരും ഉണ്ടായിരുന്നു, എല്ലാ വള്ളി ജാതിയും. മണ്ണിര മുതൽ നീർക്കോലി മുതൽ കരിമൂർക്കൻ വരെ എല്ലാവരും ഇറങ്ങി അല്ലേ? കണ്ടതല്ല നമ്മൾ. നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച് ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കി. ദേശീയപാത വികസനം നടക്കും നമ്മൾ ആരെങ്കിലും കരുതിയാണ്? അപ്പൊ നമ്മൾ കാണല്ലേ, നമ്മള് കണ്ണിന്റെ മുന്നിലല്ലേ ഈ കാണുന്നത്. കുറെ ദൂരൊക്കെ ഒന്നും പോണ്ടല്ലോ. പണ്ടൊക്കെ സ്ഥലം പോകുന്ന ആളുകൾക്ക് വിഷമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ സ്ഥലം പോവാത്തതിൽ ആളുകൾക്ക് വിഷമാണ്. ഞാൻ കുറ്റിപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വക്കീലും കൂടി 500 മീറ്റർ നടക്കേണ്ടി വന്ന ഒരു മരിച്ച വീട്ടിൽ പോയപ്പോ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വടക്കോട്ട് 1/2 കിലോമീറ്റർ നടന്നപ്പോ ഒരു ചെറിയ ചായക്കട, സർവത്തുണ്ട്, എല്ലാ സാധനമുണ്ട്, ഇഷ്ടം വലിയ തിരക്കാ. ആ തിരക്കിനിടയില് ഞങ്ങൾ വെള്ളം കുടിക്കുമ്പോ ആ വക്കീല് പറഞ്ഞു മൂപ്പര് മാത്രം രക്ഷപ്പെട്ടു. എന്ത് ഇത് സ്ഥലം എടുക്കാത്തതിന്. അതിന് അയാൾക്കുണ്ടായ പിന്നെന്താ പറയാ, ഒറ്റ സംഖ്യക്ക് ലോട്ടറി നഷ്ടപ്പെട്ട മാതിരിയാണ് ഈ സാധു നിൽക്കുന്നത്. അയാളുണ്ട് ഒരു ചാട്ടം ചാടിയിട്ട് ഞങ്ങളെ മേലക്ക്. എന്ത് ഇത് പോവാത്തതിലുള്ള വിഷമായിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ അയാൾ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടിയത്. എൻ്റെ ഒരു സുഹൃത്ത് വക്കീലുണ്ട്, വക്കീലിന്റെ പേര് ഞാൻ പറയണില്ല, നമ്മളെ പാർട്ടിന്റെ വലിയ നേതാവാ. നമ്മളെ പിന്നെന്താ പറയാ പൂക്കിപ്പറമ്പിലാണ് അയാളെ വീട്. ദേശീയപാത പോണ സ്ഥലത്താണ്. ഒരു 8.5 സെന്റ് ഭൂമിയും വീടുണ്ടായിരുന്നു. റോഡ് സൈഡിൽ തന്നെ ചെറിയൊരു വീട്, ഒരു സ്ഥലം. ആ പൂക്കിപ്പറമ്പിൽ നമ്മളെ പാർട്ടിന്റെ ആളാണ്. ചിരിക്കാൻ തുടങ്ങി, ആളെ മനസ്സിലായി. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് വെക്കേഷന്റെ സമയത്ത് മൂപ്പലും ഭാര്യയും 2 മക്കളും കൂടി ബുർജ് ഖലീഫന്റെ മുന്നിൽ. ഞാൻ ആലോചിച്ചു എനിക്ക് ഇതിന് മാത്രം പൈസ വിടുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈജിപ്തിന്റെ പിരമിഡിന്റെ മുന്നിൽ. എവിടെ ഈജിപ്തിന്റെ പിരമിഡ്? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഖൈറോ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ. ഇനി പോവാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. തിരിച്ചു വന്നപ്പോ ഞാൻ ഈ പയ്യനോട് ചോദിച്ചോടോ എനിക്കിതിനൊക്കെ പൈസ എവിടുന്ന? അപ്പൊ എന്നോട് പറഞ്ഞു സഖാവെ പുറത്ത് പറയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാ, 25 ലക്ഷം ഉറുപ്പ്യ കൂടി കിട്ടാത്ത എന്റെ പെരക്കും വീട്ടിനും കൂടി 98 ലക്ഷം ഉറുപ്പ്യ പിണറായിന്റെ ഗവൺമെന്റ് ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തപ്പോ തന്നു. 56 ലക്ഷം ഉറുപ്പ്യക്ക് നല്ലൊരു വീടും സ്ഥലം വെച്ചു. ബാക്കി കാര്യമായിട്ട് എന്ത് ചെയ്യാണ്? പെണ്ണുങ്ങളും കുട്ടികളായിട്ട് കറങ്ങുന്നു. ഇത് മുമ്പ് എപ്പോഴെങ്കിലും നടന്ന കാര്യമാണ്. ഞാനീ പറയുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾ വന്നാൽ ആളെ ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ തൊട്ട് കാണിച്ചാ. കേരളത്തിന്റെ വികസനത്തിൽ പുതിയ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും പുതിയ മുഖം ചാർത്തിയ ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ? ആ ഗവൺമെന്റിനെ തകർക്കാൻ ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? എന്തൊക്കെ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തിന്റെ മുന്നിൽ RSSും BJPയും EDയും CBIയും അങ്ങനെയുള്ള എല്ലാവരും തോറ്റ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, തോറ്റ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ഗവൺമെന്റ്, സഖാവ് പിണറായിയുടെ ഗവൺമെന്റ്. അന്നത്തെ ധനകാര്യമന്ത്രി എല്ലാ നേതാക്കന്മാരടുത്തും പോയില്ല. തോമസ് ഐസക്കിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മാസത്രയായി, കൊല്ലത്രയായി. എത്ര കൊല്ലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചങ്കുറ്റത്തോടുകൂടി ആണത്തത്തോടുകൂടി നിങ്ങൾ മൂക്കിൽ വലിക്കുന്നത് കാണട്ടെ എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന് കഴിയില്ല, കോൺഗ്രസിനും കഴിയില്ല. മുസ്ലിം ലീഗര് ആ പാവപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കൊലക്ക് കൊടുത്തത് വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മകൻ മുഈൻ അലി ശിഹാബ് തങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഈടിക്ക് വിട്ടുകൊടുക്കല്ലേ ചെയ്തത്? 1 രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത, ജീവിതത്തിൽ കൈക്കൂലി വാങ്ങാത്ത മുസ്ലിം ലീഗിന്റെ സമാരാധ്യനായ നേതാവ്. മറ്റെന്ത് രാഷ്ട്രീയ വിരോധം നമ്മൾ പറഞ്ഞാലും ഹൈദരലി തങ്ങൾ പൈസ കട്ടും നമ്മൾ പറയും. ആ ഹൈദരലി തങ്ങളെ ഈടിക്ക് വിട്ടുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു പത്രസമ്മേളനം വിളിച്ച് സ്വന്തം മകൻ മുഈൻ അലി ശിഹാബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞത്. ആ മുഈൻ അലി ശിഹാബ് തങ്ങളെ നേരിട്ടത് എങ്ങനെയെന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ? ലീഗർ എങ്ങനെ നേരിട്ടത്? സുധാകരൻ VD സതീശനെ വിളിച്ച അതേ പേരാണ്.
ഒരു ലീഗ് കൊണ്ട് ആരെ വിളിച്ചത്? മൊയ്നലി തങ്ങളെ വിളിച്ചത്. ആലോചിച്ചോക്ക് നിങ്ങൾ. അസർമുല്ല, അങ്ങനെ നമ്മൾ പറയാ, അസർമുല്ല. ആ അസർമുല്ലയെ വിളിച്ചത് എന്താന്നുള്ളത് ഈ നാട്ടിലെ ആൾക്കാർ കേട്ടതാണ്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഈടിയ വട്ടം കറക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് നമ്മുടെ മുന്നിലുണ്ട്. മടിയിൽ കനണ്ടാവാൻ പാടില്ല. അപ്പൊ ധൈര്യത്തിൽ നിൽക്കാൻ പറ്റും. എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു? സ്വർണ്ണക്കള്ളക്കടത്ത് കേട്ടിട്ട് ഞങ്ങൾ എത്ര കാലം അത് പറഞ്ഞു. ഇപ്പൊ അത് വല്ലാണ്ട് പറയണ കേൾക്കണില്ല. ആദ്യം പറഞ്ഞു സ്വർണം കടത്തിയത് ഖുർആനിലാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഖുർആന്റെ 2 ചട്ടം പേപ്പർ അങ്ങോട്ട് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിലാ സ്വർണം കയറ്റിയെന്നല്ലേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഖുർആനിലല്ല പിന്നെ എങ്ങനെയാ ഈത്തപ്പഴത്തിന്റെ തോലി പൊളിച്ച് അതിന്റെ ഉള്ളിൽ സ്വർണം അല്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെയല്ല സ്വർണം കടത്തിയത്, പിന്നെ എങ്ങനെയാണ്? ബിരിയാണി ചെമ്പിലാണ് സ്വർണം കടത്തിയത് അല്ലേ? ബിരിയാണി ചെമ്പിൽ ലീഗേര് വരെ സ്വർണം കടത്തുന്നില്ല. ഓർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഈ ബിരിയാണി ചെമ്പാണല്ലോ. ഇപ്പൊ CAA-ക്കെതിരെയുള്ള സമരം വന്നു, അവിടെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വന്നു, അവിടെ ഇല്ല, ഇവിടെ ബിരിയാണി. പോത്തുംകുട്ടീനെ കശാപ്പ് ചെയ്യുക, ബിരിയാണി എന്നിട്ട് അൽഫാത്തിയ, ബിരിയാണിക്ക് കൊള്ളി വെക്കുക, അൽഫാത്തിയ. ഇവിടെ മുത്തലാഖ് ബില്ല് വന്നു, വോട്ടെടുപ്പ് അവിടെ നടക്കുകയാണ്, ബിരിയാണി ചെമ്പ് ഇവിടെ വെക്കുക, അൽഫാത്തിയ. അവിടെ കാണില്ല. അത് കഴിഞ്ഞു NIA ബില്ല് വന്നു, അവിടെ തെരഞ്ഞെടുപ്പ്, ഇവിടെ ബിരിയാണി ചെമ്പ്, അൽഫാത്തിയ. കണ്ടില്ല? ഇപ്പൊ ഏറ്റവും അവസാനം കോൺഗ്രസുകാരോട് പറഞ്ഞു ഞങ്ങൾക്ക് 3 സീറ്റ് വേണം, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അപ്പൊ കോൺഗ്രസുകാർ പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് പറഞ്ഞു ഇപ്പൊ തരാൻ പറ്റൂല. അപ്പൊ ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചു, അൽഫാത്തിയ. ഇതല്ല മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗുകാര് വരെ പറഞ്ഞു ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തൂല, സ്വർണം കടത്താനുള്ള മാർഗം വേറുണ്ട്. അത് മൈക്കിൽ കൂടി പറയാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾ വേണമെങ്കിൽ KMCC-ക്കാര് 6 കിലോ 7 കിലോ കൊണ്ടോടെ കാണില്ല, അത് കാണിച്ചരാ. ഈ പഹേര് ഷോറൂമാണത്, എനിക്ക് മനസ്സിലാവണം. 6 കിലോ ഒക്കെ കൊണ്ടുവരാ. എന്നാ ജ്വല്ലറി തുടങ്ങി കൂടെ അവിടെ. അതല്ല ഇതിനേക്കാൾ നല്ലേ. ഞാൻ സൂചിപ്പിച്ചത് അതല്ല, ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തി. ആ പ്രചരണങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ വീണോ? കേരളത്തിലെ ജനങ്ങൾ വീണില്ല. കാരണം കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിന്ന പക്ഷത്തിന്റെ പേര് ഇടതുപക്ഷമാണ്. അത് ജനം തിരിച്ചറിഞ്ഞു അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ സംഗതി എന്താ? ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ സംഗതി ക്ഷേമ പെൻഷൻ. ആ സമയത്തിന് കിട്ടണില്ലാന്നല്ലോ, ഒരു 4-5 മാസം അല്ലേ? പണ്ടാണെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആരെങ്കിലും സമരം ചെയ്യോ? സ്വരാജ് ആരും സമരം ചെയ്യൂല. ആരാ സമരം ചെയ്യാ? 45 രൂപ 1980-ൽ നിന്ന് 600 രൂപയാക്കാൻ കൊല്ലത്തിലെടുത്തു. ഇപ്പൊ 1600 രൂപയായി. 1600 രൂപയായപ്പോൾ ഗുണം എന്താ? വീട്ടിൽ 2 പെൻഷൻ വാങ്ങുന്ന രണ്ടാളുണ്ടെങ്കിൽ 1600, 1600, 3200 ഒരു കുടുംബം അങ്ങനെ നടക്കേ. അത് കിട്ടാതാവുമ്പോ വിഷമം ഉണ്ടായാലും സ്വാഭാവികമാണ്. അത് ഇടതുപക്ഷർക്ക് അറിയാം. ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട്. പണ്ട് ക്ഷേമ പെൻഷൻ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. ഇന്നൊരു കുടുംബം പോറ്റുന്നത് സംഖ്യ 2 ആള് വീട്ടിലുണ്ടെങ്കിൽ കൊടുക്കണ്ട്. 1600 ആക്കിയത് ഇടതുപക്ഷാണ്. അത് 4 മാസം കിട്ടാഞ്ഞാൽ വിഷമം തോന്നും. പക്ഷേ കേന്ദ്ര ഗവൺമെന്റുമായി സമരം ചെയ്ത് പോരാട്ടം നടത്തി പണം കിട്ടിയപ്പോൾ ആദ്യം കരാറുകാരുടെ പണമല്ല വീടിയത്, ആദ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളമല്ല കൊടുത്തത്, ആദ്യം ഈ പട്ടിണി പാവങ്ങൾക്ക് വിഷുവും പെരുന്നാളും എല്ലാം ആഘോഷിക്കാൻ 3 മാസത്തെ പെൻഷൻ കൊടുക്കുക എന്ന ദൗത്യമാണ് കേരളത്തിലെ പിണറായിയുടെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റെടുത്തത് എന്ന് ജനങ്ങൾക്ക് മനസ്സിൽ ബോധ്യമുണ്ട്. അതാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കരുത്തു പകരുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആ ദൗത്യം, ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടണം. അതിനുവേണ്ടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലും കേരളത്തിൽ ഇടതുപക്ഷം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രഗത്ഭരാണ്. KS ഹംസ, നമ്മൾ ഇതിനകം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി.
എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയിപ്പിച്ചാൽ ഈ നാടിന് ഗുണം ചെയ്യുന്ന, നാട്ടുകാരുടെ കൂടെ നിൽക്കുന്ന ഈ RSSന്റെയും BJPയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാത്ത സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് സഖാവ് KS ഹംസയെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ദൗത്യമാണ്, ഈ നാടിന്റെ ദൗത്യമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവാഭിവാദ്യം.